ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. വീശിയടിച്ച കാറ്റിൽ പരക്കെ നാശനഷ്ടം. വാണിയമ്പലം ഗവൺമെന്റ് ഹൈസ്കൂളിന് മുമ്പിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ് റെയിൽവേ സ്ഥലത്തെ കൂറ്റൻ മരം വീണ് തകർന്നു. ബസ്സിൽ നടുവിലൂടെയാണ് മരം വീണത്. ആരും അകത്തുണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ സ്കൂളിലായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തിരുനാവായയിൽ തെങ്ങിന് തടം തുറക്കുന്നതിനിടെ ശക്തമായ കാറ്റിൽ തെങ്ങ് മുറിഞ്ഞ് ദേഹത്ത് വീണ് വയോധികൻ മരിച്ചു. തിരുനാവായ സൗത്ത് പല്ലാർ അഴകുറ്റിപ്പറമ്പിൽ കൃഷ്ണനാണ് മരിച്ചത്. മലപ്പുറം എടക്കര മൂത്തേടത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രിക ചേലത്തുംകുഴിയിൽ ഫർഹാനയാണ് മരിച്ചത്. സ്വകാര്യ ഗ്രൂപ്പിൽ ഉംറ നിർവഹിക്കാനെത്തിയ മലപ്പുറം സ്വദേശി മരിച്ചു. കൊണ്ടോട്ടി നെടിയിരുപ്പ് സ്വദേശി കാരുന്നത്ത് സെയ്തലവിയാണ് മദീനയിൽ വെച്ച് മരിച്ചത്. ചങ്ങരംകുളം കോൾപ്പടവിൽ തോണി അപകടത്തിൽ മരിച്ച സച്ചിനും ആഷിഖിനും നാടിന്റെ കണ്ണീർ പ്രണാമം. കല്ലൂർ മതിയരത്ത് കിഴക്കേതിൽ റഫീഖിന്റെ മകൻ ആഷിഖ്, ചിയാനൂർ കരുണാകരന്റെ മകൻ സച്ചിൻ എന്നിവരാണ് മരിച്ചത്. നിപ്പ സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിലവിലെ നിയന്ത്രണങ്ങൾക്ക് പുറമെ പുതിയ നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തി. അതേസമയം പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയങ്ങളിൽ ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെ പ്രവർത്തിക്കാം. തിരൂർ കാവിലക്കാട് ടൗണിനെയും നിർദ്ദിഷ്ട തീരദേശ ഹൈവേയും ബന്ധിപ്പിക്കുന്ന നായർത്തോട് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലേക്ക്. തവനൂർ നിയോജക മണ്ഡലത്തിലെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തിരൂർ പൊന്നാനിപ്പുഴയ്ക്ക് കുറുകെയാണ് 433 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുന്നത്. 35 വർഷക്കാലമായി താനൂർ മഞ്ചേരി റൂട്ടിൽ മികച്ച സേവനം നടത്തുന്ന രാജധാനി ബസിനെയും ജീവനക്കാരെയും കേരള വ്യാപാരി വ്യവസായി പുത്തൻതെരു യൂണിറ്റ് സ്വീകരണം നൽകി ആദരിച്ചു. വാർഡംഗം കെ ഫാത്തിമ ബീവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.